അമേരിക്കയുടെ പുതിയ പോളിസി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് ടു ദി മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന ആളാണ് ഈ പുതിയ പ്ലാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഗാസയ്ക്ക് വേണ്ടിയിട്ട് ഫേസ് 2 നടക്കേണ്ട തൽക്കാലം ഈ ഫസ്റ്റ് ഫേസിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാസ് ഓവർ എന്ന് പറയുന്ന പെസ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണ് ജൂതന്മാർക്കും ക്രിസ്ത്യൻസിനൊക്കെ. അതേപോലെ മുസ്ലിംസിന് രമാദാനായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനയും മറ്റ് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇനി സെക്കൻഡ് ഫേസിൻ്റെ കാര്യത്തെപ്പറ്റി അധികം ആലോചിക്കാനില്ല, അതിനെപ്പറ്റി അധികം ചർച്ചയൊന്നും നടത്തേണ്ട. നമുക്കൊരു കാര്യം ചെയ്യുക, ഈ ഫസ്റ്റ് ഫേസിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ ആരംഭത്തിൽ തന്നെ പകുതി ഹോസ്റ്റേജസിന് വിട്ടുകൊടുക്കണം. അത് ലിവിങ് ആൻഡ് ഡെഡ്, കുറേ പേര് ജീവിച്ചിരിപ്പുണ്ട്, കുറേ പേര് മരിച്ചവരുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ലിസ്റ്റ് എടുത്തിട്ട് അതിൽ പകുതി ഈ എക്സ്റ്റൻഷൻ തുടങ്ങണ ദിവസം തന്നെ ഇസ്രായേലിന് തിരിച്ചു നൽകണം. പിന്നെ ഈ ഫസ്റ്റ് ഫേസിൻ്റെ എക്സ്റ്റൻഷൻ അവസാനിക്കുന്ന ദിവസം ബാക്കിയുള്ള ഹോസ്റ്റേജസിനെയും വിട്ടുകൊടുക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.